ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും ചേർന്ന് ഏറ്റെടുക്കാൻ ഇപ്പോൾ നീക്കങ്ങൾ നടക്കുകയാണ്. ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കുമെന്ന് നേരത്തെ ഇറാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങൾ വിവിധ അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പുവെച്ചതുകൊണ്ട് ഫീസ് ഈടാക്കാനാകില്ല എന്നായിരുന്നു ഒമാന്റെ നിലപാട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇരു രാജ്യങ്ങൾക്കും ലഭിച്ച ഈ സാഹചര്യത്തിൽ ഫീസ് ഈടാക്കാൻ കഴിയുമെന്ന നിയമോപദേശം ഒമാന് ലഭിച്ചെന്നാണ് സൂചന. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ധാരണാപത്രത്തിൽ ഇറാനും ഒമാനും ചേർന്ന് ഹോർമൂസിൽ സുരക്ഷിതമായ കപ്പൽ യാത്ര ഉറപ്പുവരുത്തുമെന്നാണ് ഉടമ്പടി വെച്ചിരുന്നത്. ഹോർമൂസ് നിയന്ത്രിക്കുന്നതിനുള്ള സർവീസ് ചാർജ് ഈടാക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ ഇറാനും ഒമാനും വ്യക്തമാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമുദ്രാതിർത്തി വഴി പോകുന്ന കപ്പലുകളിൽ നിന്നും ചുങ്കമോ ഫീയോ ചുമത്താൻ തീരദേശ രാജ്യങ്ങൾക്ക് കഴിയില്ല. എന്നാൽ തങ്ങളുടെ സമുദ്രമേഖല വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോളോ ഫീസോ പിരിക്കാൻ ആ രാജ്യങ്ങൾക്ക് കഴിയും. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെയും ഒമാന്റെയും സമുദ്രാതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. അതിനാൽ ഇരു രാജ്യങ്ങളുടെയും അനുമതിയില്ലാതെ ഇതുവഴി കപ്പലുകൾക്ക് പോകാനാകില്ല എന്നാണ് പറയുന്നത്. ഹോർമൂസിൽ ഇറാൻ നാവിക നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസിന്റെ ഭാവിയിലെ നിയന്ത്രണം സംബന്ധിച്ച് തങ്ങളിപ്പോൾ പഠനം നടത്തുകയാണെന്ന് ഒമാൻ അറിയിക്കുന്നു. നേരത്തെ തന്നെ ഹോർമൂസിൽ ഫീസ് ഈടാക്കുമെന്നും അത് ഒമാനുമായി തങ്ങൾ പങ്കുവെക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. കപ്പലുകളിൽ നിന്നും ലഭിക്കുന്ന ടോൾ ഇനത്തിലെ തുക ഒമാനും ഇറാനും വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് ഒരു സ്വാഭാവിക കടലിടുക്ക് ആയതുകൊണ്ട് അവിടെ ടോൾ പിരിക്കാൻ കഴിയില്ല എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വാദിക്കുന്നത്. സൂയസ് കനാൽ അല്ലെങ്കിൽ പനാമ കനാൽ പോലുള്ളവ ഒരു രാജ്യം നിർമ്മിച്ചത് ആയതുകൊണ്ട് ആ രാജ്യത്തിന് ടോൾ പിരിക്കാനാകുമെന്നും എന്നാൽ പ്രകൃതി തന്നെ നിർമ്മിച്ചതാണ് ഹോർമൂസ് എന്നുമാണ് ഇവരുടെ വാദം. ലോകത്ത് ഇത്തരത്തിലുള്ള കടലിടുക്കുകളിൽ ആരും തന്നെ ടോൾ പിരിക്കുന്നില്ലെന്നും അവർ പറയുന്നു. എന്നാൽ ഹോർമൂസിൽ ഇപ്പോൾ 60 ദിവസത്തേക്ക് മാത്രമാണ് സൗജന്യ യാത്ര എന്നും അതിനുശേഷം ടോൾ ഈടാക്കുമെന്നും ഇറാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാനും ഒമാനും ഇടയിലുള്ള 55 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് ഹോർമൂസ് കടലിടുക്ക് എന്നറിയപ്പെടുന്നത്. പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലിൽ നിന്ന് വേർതിരിക്കുന്നതും ഹോർമൂസ് കടലിടുക്കാണ്. ആഗോള ഊർജ്ജ വ്യാപാര മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രാധാന്യമുള്ളതുമായ കപ്പൽ റൂട്ടുകളിൽ ഒന്നാണ് ഹോർമൂസ്. നേരത്തെ അമേരിക്കൻ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ 2025 ഫെബ്രുവരിയിൽ ഹോർമൂസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ ഇറാൻ കുറച്ചു നാളത്തേക്ക് അടച്ചുപൂട്ടിയിരുന്നു. ഈ നടപടി എണ്ണവിലയിൽ അന്ന് 6% വർധനവിനാണ് വഴിവെച്ചത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടയുന്നത് ലോകത്ത് എണ്ണവിലയെ ഏതു തരത്തിൽ ബാധിക്കും എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ കണക്ക്. എന്നാൽ ഇറാൻ ടോൾ പിരിക്കാൻ തുടങ്ങിയാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ദിവസം പ്രതി ഏകദേശം 13 മില്യൺ ബാരൽ എണ്ണയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആഗോള എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 31% വരുന്നതാണ് ഈ കണക്കുകൾ. സൂയസ് കനാൽ വഴി കടന്നുപോകാൻ $30,000 മുതൽ $8 ലക്ഷം വരെയാണ് ഒരു കപ്പലിന് ഈടാക്കുന്നത്. പനാമ കനാലിൽ $50,000 മുതൽ $4.5 ലക്ഷം വരെയാണ് കൊടുക്കേണ്ടത്. അവിടെ ഫീസ് ചുമത്തുന്നതിൽ ന്യായമുണ്ട്. കാരണം ഇത് രണ്ടും മനുഷ്യർ ഉണ്ടാക്കിയ കപ്പൽ പാതകളാണ്. എന്നാൽ ഒരു നാച്ചുറൽ കടലിടുക്കായ ഹോർമൂസിൽ ഇറാൻ വലിയ രീതിയിൽ ടോൾ പിരിച്ചാൽ അത് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തി. ആ അവസ്ഥയിൽ ഇറാനെ പിന്തുണയ്ക്കാൻ ഒരു രാജ്യം പോലും ഉണ്ടാവുകയുമില്ല.